റൂം എത്തിന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പം കാണിക്കാം. ബൈ. ഞങ്ങൾ കുളിച്ച് റെഡിയായി ഫ്രഷായി. ഇനി സത്യൻ തിയേറ്ററിൽ പോവാണ്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോയ്ക്ക് പോവാം. നല്ല വെയിലാണ് ഗേസ്. എങ്ങടെ പോണേന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്താ ഇവിടെ മൊത്തം കത്തിയാണ് ഗേസ്. ഞങ്ങളെ പറ്റിക്കാനാണ്. തമിഴ് അറിയാമല്ലാത്ത ഞാനും പെട്ടുപോലെ ഞാൻ വാടിച്ച് കൊണ്ടാണ്ടിരിക്കുക. ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. ഞങ്ങളിപ്പം PVR ഇവിടെ അടുത്ത് പോണ 100 രൂപയുടെ ഓട്ടോയ്ക്ക് ഞങ്ങൾ 200 രൂപയ്ക്കാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സത്യൻ തിയേറ്റർ ആണ്. ചെന്നൈയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ തിയേറ്റർ. 12:20 തുടങ്ങിയ നമ്മുടെ സിനിമയാണ്. ഇപ്പം 12:35. ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. ഏതോ കുരങ്ങൻ്റെ പടമൊക്കെ കാണാനാ ജിത്തു ഓർഡർ ചെയ്തേ, ബുക്ക് ചെയ്ത്. അങ്ങനെ തിയേറ്റർ എത്തി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ കയറി. അപ്പം അവിടെ എല്ലാം കഴിഞ്ഞ് വേഗം ഓടുമായിരുന്നു. ലിഫ്റ്റിൽ പോലും സമയം കാണാം. കണ്ടിട്ട് പറയാൻ ഇതിനകത്ത് ആരുമില്ല. ഞങ്ങൾ സോറി ഗൈസ്, അന്ത കണ്ണാടി വെച്ചോണ്ട് ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ ഇൻ്റർവെല്ലായി ഗൈസ്. ഞങ്ങൾ ഇൻ്റർവെല്ലിന് പോപ്കോൺ മേടിക്കാൻ പോവാം. അപ്പം നമ്മൾ സിനിമ കണ്ട് ഇൻ്റർവെല്ലായി. ഇപ്പം നമ്മൾ ഇതാണ് സത്യൻ തിയേറ്റർ. ആക്ച്വലി സത്യൻ തിയേറ്റർ. അപ്പം ഇവിടുത്തെ ഫേമസ് ഇവിടുത്തെ പോപ്കോൺ ആണ്. ഭയങ്കര പല ഫ്ലേവേഴ്സിലുണ്ടെന്ന്. പക്ഷേ ഇത് PVR ഇപ്പോൾ ഏറ്റെടുത്തതുകൊണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇൻ്റർവെല്ല് കഴിഞ്ഞാലും തുടങ്ങിയാലും ക്യൂ തീരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഞാനിവിടെ വന്ന് ചോദിച്ചു പോപ്കോൺ എങ്ങനെയാണ്. ഇവിടുത്തെ പോപ്കോണിന് മീഡിയം, ലാർജ്, റെഗുലർ ഉണ്ട്. ഇതിന് ലാർജിന് 560, മീഡിയത്തിന് 380, റെഗുലറിന് 280 രൂപയാണ്. ഇത് പണ്ട് ഫേമസ് ആയിരുന്നു കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ ഇപ്പം ഫ്ലേവർ ഉണ്ട്. നമ്മൾ തിരക്കിയപ്പം ചില്ലി ചീസും ബാർബിക്യൂവും പിന്നെ വേറെ 2 ഞാൻ പറഞ്ഞു. ഞാൻ മറന്നുപോയി. എന്താണെന്ന് ചോദിച്ചിട്ട് പറയാം. മെക്സിക്കൻ സ്വീറ്റ് ചില്ലി ഓനിയൻ. ஒரு ரெகுலர் காஃபி ஒரு சாக்கோலேட் ஒரு கோல்ட் காஃபி ஓகேங்களா? ஓகே. 610 രൂപയ്ക്ക് മേടിച്ച സാധനമാണ് ഗൈസ്. ഇതും പിന്നെ ഇത് കോൾഡ് കോഫിയും പിന്നെ അത് കാണുന്ന പോപ്കോൺ ഇപ്പം വരും. നമ്മുടെ പോപ്കോൺ. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ഫേമസ് ആയ പോപ്കോൺ നമ്മൾ ഓർഡർ ചെയ്ത്. ഇത് റെഗുലറാണ്. കണ്ടാൽ പറയുമോ, നമ്മുടെ നാട്ടിലെ റെഗുലർ ചെറുതാണ്, പക്ഷേ ഇത് അത്യാവശ്യം വലുതാട്ടോ. എല്ലാവർക്കും കഴിക്കാൻ വരും. അപ്പോൾ ഈ റെഗുലറിൽ വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മെക്സിക്കനാണ്. ട്രൈ ഔട്ട് ചെയ്യാം. ഉപ്പ് കൂടുതൽ ഗൈസ്. അവരൊന്ന് മെക്സിക്കൻ്റെ ഫ്ലേവർ പാക്കറ്റ് ഞാൻ മിക്സ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. സോറി ഗൈസ്. ബുക്കാറോ ചിന്നിക്കുട്ടി. നമ്മളിപ്പോൾ സിനിമ കണ്ടിറങ്ങിയാൽ ഒരു സാധനം കാണിച്ചു തരാവേ. നമ്മൾ കരങ്ങിന്റെ സിനിമ കണ്ടത് കൊള്ളായിരുന്നു. പക്ഷെ വിശക്കുന്നു നല്ല. ഞങ്ങൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് പണ്ടാരടങ്ങി. ഇപ്പൊ സമയം ഒരു 3 മണി 3:30 ഒക്കെ ആയി. അപ്പം വിശന്നിട്ട് വയ്യ. ഞങ്ങളിനി ഇവിടുന്ന് ഊബർ പിടിച്ചിട്ട് വേണം കഴിക്കാൻ. നല്ല ഫുഡ് ഇടുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് പോകും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കമോൺ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ ചെന്നൈയിൽ വരുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ലൈക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതെന്നാന്ന് പറഞ്ഞാൽ ബുഹാരി ഇത് ഇവിടെയാ. ചെന്നൈ വരുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ IPL കാണാനാണ് വന്നേക്കുന്നത്. അത് കാണുമോ ഇല്ലയോ എന്ന് ഈവനിങ്ങിൽ പറയാം. അപ്പോൾ ഈ IPL തിരക്ക് കാരണമാണ് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഊബർ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഊബർ കറങ്ങി വരണം. അപ്പോൾ ഇതാണ് ഈസി. നമ്മൾ ബുഹാരിയിൽ എത്തിയിട്ടുണ്ട്. കഴിക്കാം. ബുഹാരി റെസ്റ്റോറന്റ് എത്തി ഗൈസ്. അങ്ങനെ ബുഹാരിലെത്തി. ഞങ്ങൾ നേരെ കയറി ചെന്ന അവർ പൊക്കത്തോട്ടാണ്. കാരണം താഴെ തീരെ സ്ഥലമില്ല. പൊക്കം നോക്കിയപ്പോൾ അവിടെ ഇല്ല. അപ്പം പിന്നെ അവരുടെ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് അപ്പുറത്ത് തന്നെ അങ്ങോട്ട് പോയി. ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ പറഞ്ഞ് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ മാറി കളിക്കുകയാണ്. AC ഉള്ളിടത്ത് നല്ല ഫുഡ് കിട്ടണം. അതാണ് ഞങ്ങളുടെ ആകെ ഒരു ഡിമാൻഡ്. 20 മിനിറ്റ്സ് എന്തിന്? സീറ്റിന് വേണ്ടിയിട്ട്. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 10 മിനിറ്റ് പോലും ആയില്ല. അതിന് മുന്നേ നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നു.
നഗറ്റ്സ് റംസ് ഓഫ് ഹേമൻ എന്തുവാ ഖാന ഖാനെ കെ ലിയെ ഞങ്ങൾ ബുഹാരിയിൽ വന്നു ഓർഡർ ചെയ്തു. എന്തൊക്കെ ഓർഡർ ചെയ്തു? മട്ടൻ ബിരിയാണി, 2 ദം ബിരിയാണി, ഒരു ചിക്കൻ പുലാവ്, ഒരു ചിക്കൻ 90, പിന്നെ ഒരു നവബി ചിക്കനോ എന്തോ വന്നു. എന്താ പറയുക, എല്ലാം ഷർബിൽ അഹമ്മദിൻ്റെയും ജിത്തുവിൻ്റെയും എല്ലാം ആണ്. പക്ഷെ ഇവിടുത്തെ സിഗ്നേച്ചർ സാധനം ഈ സാധനം കേട്ടോ. ഇതൊക്കെ ഈ പേപ്പറിലൊക്കെ തന്നിരിക്കുന്ന ഇവിടുത്തെ സിഗ്നേച്ചർ സാധനം ഡിഷസ് എന്ന് പറഞ്ഞ ഇതാണ്. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ട് പറയാം എന്താണ് അഭിപ്രായം. ചേട്ടൻ ഇങ്ങനെ ഇടിച്ചു ഉപദ്രവിച്ചു, എന്റെ മാനസികമായിട്ട് ശാരീരികമായിട്ട് നിങ്ങൾ ഉപദ്രവിച്ചു. എന്നെ ശല്യമായത് എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായത്. പിണക്കത്തിലാണോ? ഒന്ന് മിണ്ടാണ്ടിരിക്കാവോ? രാവിലെ എന്റെ അടുത്ത് ഇങ്ങനെ മാറ്റ്, എനിക്ക് നല്ല കാണിക്കുവാ. ഞാൻ ചേട്ടൻ ഉപദ്രവിച്ചനല്ല ഞാൻ പണങ്ങിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമേ ഒരു സ്റ്റാർട്ടർ തന്നു. കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ. അതിവിടെ ഞാൻ ഇത് ചിക്കൻ പുലാവ് വന്നു ഗൈസ്. ഇത് 90, അത് ചിക്കൻ ദം ബിരിയാണി, അതും ചിക്കൻ ബിരിയാണി. ഇത് പുലാവാണോ? ഓ സൂപ്പർ മണം. ഞാനൊന്ന് നല്ലതാണോ? പുലാവാണ് ഗൈസ്, ചിക്കൻ പുലാവ്. നല്ല ഗീയുടെ ഫ്ലേവർ എടുത്തിട്ടുണ്ട്. ഇതെന്തോ മട്ടൻ ബിരിയാണി. കൊള്ളാം. ഞാൻ പക്ഷെ മട്ടൻ കഴിക്കൂല, മട്ടൻ ബിരിയാണിയെ കഴിക്കൂ. ഇത് ചിക്കൻ ദം ബിരിയാണി. ഇത് ചിക്കൻ ഉണ്ട്. മട്ടന്റെ റൈസിന്റെ ആ ഗ്രേവി എനിക്ക് ഇഷ്ടമായി. ബാക്കി എല്ലാവരുടെയും പ്ലേറ്റ് കയറുന്നു. ചേട്ടൻ്റെ ഇച്ചിരിണ്ട്, പക്ഷെ എൻ്റെ മാത്രം തീർന്നിട്ടില്ല. എൻ്റെ ആദ്യം കാണുന്ന ആക്രാന്തം മാത്രമേ ഉള്ളൂ. ഇത്ര ചോറ് പോലും ഞാൻ കഴിച്ച് തീർത്തില്ല ഗൈസ്. അതിൻ്റെ മേടിക്കണ ആക്രാന്തണ്ട് ഒന്നും കഴിച്ചില്ല ഗൈസ്. ഇത്രയും തിന്നേനെ. ഇതാണ് ബിൽ ഗൈസ്, ഇതാണ് ബിൽ. വൈകുന്നേരം നേരം കഴിച്ചിട്ട് തിരിച്ച് പോവുകയാണ് ഗൈസ്. തിരിച്ച് പക്ഷെ വൻ വെയില്. 40 ഡിഗ്രി വൻ വെയിലെന്ന് പറഞ്ഞാൽ വൻ വെയില് പറ്റത്തില്ല സഹിക്കാൻ. ഞങ്ങളിപ്പോ ഓട്ടോ പിടിച്ച് പോവാം, അല്ലെങ്കിലേ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. ഇതൊരു ഡംബിയാറിൻ്റെ വേറൊരു വേർഷനാണ്. കാരണം ഇത്രയും ദൂരം അതിനകത്ത് മൊത്തം വേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലം കാണുന്നത്. എന്തോരം ദൂരം വേസ്റ്റാണെന്നറിയാമോ? അതിൻ്റെ ഉള്ളിലും എല്ലാം വെള്ളത്തിനകത്തും എല്ലാം വേസ്റ്റ് കൂടി ചവറായിട്ട് കിടക്കുകയാണ്. പിന്നെ ഗൈസ് JFC നമ്മുടെ സ്വന്തം KFCയുടെ ഡ്യൂപ്ലിയാണ് ഗൈസ്. ആരും മറക്കണ്ട, എവിടെ പോയാലും ഒരു ഡ്യൂപ്ലി എന്തായാലും മസ്റ്റ് ആയിരിക്കും. പിന്നെ ഗൈസ് ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഓട്ടോ റൈഡും മസ്റ്റാണ്. കാരണം അവിടുത്തെ ആൾക്കാരെയും ലൊക്കാലിറ്റീനെയും അവരുടെ സ്ഥലമൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് ഓട്ടോക്കാർക്കായിരിക്കും. ഒന്നുമില്ലെങ്കിലും എവിടെയെങ്കിലും പോകണം ഇഞ്ച് പരിപാടി നമ്മൾ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കും. പക്ഷേ ഓട്ടോ റൈഡ് അടിപൊളിയായിരുന്നു. കുത്തി നിറച്ച ചിക്കൻ പോലെ ഞങ്ങളും ഞെങ്ങി എങ്ങനെയൊക്കെയോ ആ ഓട്ടോയിൽ വന്നെത്തി. നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയില്ല. ചേട്ടനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിട്ടെന്ന് പറഞ്ഞാലും സത്യാവസ്ഥ ഞങ്ങൾ പിന്നീടാണ് ഗൈസ് മനസ്സിലാക്കിയത്. വിഷമമുണ്ട് എന്നാലും. ആ കാണുന്നതാണ് മെട്രോ. ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോണ റൂമിലോട്ട് പോണ വഴി. വെറുതെ 200-400 രൂപ കൊടുത്ത് വാട്ടേക്ക് പോയി. അറിഞ്ഞൂടായിരുന്നു. മോനെ കണ്ണീര് തുടച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇനി ആവർത്തിക്കില്ല. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ റെസ്റ്റിലാണ്. കഴിച്ചു. ഇപ്പൊ ഭയങ്കര വെയിലാണ്. എന്നിട്ട് വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് വേറെ ലൊക്കേഷനിൽ നമ്മൾ പോകും.